ഇപ്പം ABC പ്രിൻസിപ്പിൾ, ABC ടെക്നിക് പോലെ 1, 2, 3 പ്രിൻസിപ്പിൾ, 1, 2, 3 ടെക്നിക് ഫോർ മെമ്മറി, 1, 2, 3 ടെക്നിക് ഫോർ ഗ്രാമർ ലേണിംഗ്, 1, 2, 3 ടെക്നിക് ഫോർ ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്നൊക്കെ കാണാം. സ്വാഭാവികമായും സൈക്കോ ലിംഗ്വിസ്റ്റിക് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഭാഷാ പഠനത്തിൽ ഏകദേശം 1950-60കളിൽ രൂപപ്പെട്ട കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ പിൻബലത്തിലെ ബിഹേവിയറലിസം എന്ന തത്വപ്രകാരം, തുടർന്ന് നോം ചോംസ്കി അതിനെ ഒരു ഇൻറ്റേറ്റ് പ്രോസസ് ഫോർ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് എന്ന നിലയിൽ നോം ചോംസ്കി ഈ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന തത്വത്തെ ഭാഷാ പഠനത്തിന് വേണ്ടി ശാസ്ത്രീയമായി ഉപയോഗിച്ചതും, അതോടൊപ്പം തന്നെ ഡോക്ടർ പാവ്ലോവിൻ്റെ കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്ന തിയറിയും. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ പുതിയൊരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾ സ്ഥിരമായി നിരീക്ഷിക്കുന്ന വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും കണ്ടിട്ടുണ്ടാവും. സ്ഥിരമായി നിരീക്ഷിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിലൂടെ ഈ അന്തർദേശീയ ആശയവിനിമയ ഉപാധിയായ ഭാഷയെ സ്വന്തമാക്കേണ്ടുന്ന 3 പ്രധാനപ്പെട്ട ട്രാക്കുകൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അതിലൊന്ന് ഇംഗ്ലീഷ് ബേസിക്സ്, 2 ഇംഗ്ലീഷ് ഫ്ലുവൻസി, 3 ഇംഗ്ലീഷ് ആക്സെൻറ്റ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട തലങ്ങളിലൂടെയാണ് 3 ഡയമെൻഷണൽ റിസൾട്ട് ഓറിയൻറ്റഡ് ഇമ്പാക്റ്റ് എന്ന പേരിൽ ഈ രീതിയിലാണ് നിങ്ങളുടെ പഠനം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേലിസ്റ്റിൽ നിന്നും ഓരോ മേഖലയിലെ ക്ലാസ്സുകൾ വളരെ സിസ്റ്റമാറ്റിക്കായി അറേഞ്ച് ചെയ്ത കാര്യങ്ങൾ ഓരോ ക്ലാസ്സുകളായി നിങ്ങൾക്ക് ക്രമീകരിച്ച് റിവൈസ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടർന്നു കൊണ്ടിരുന്ന ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷൻ്റെ മറ്റൊരു തലമാണ്. നിങ്ങൾക്കറിയാം, സിറ്റുവേഷണൽ കോൺവെർസേഷൻസിലൂടെ ധാരാളം ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉറപ്പുവരുത്താനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസൊക്കെ അതിനായി നിങ്ങളെ സഹായിക്കുന്നതാണ്. ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ, ആ ഇൻട്രൊഡക്ടറി പാർട്ടിൽ തന്നെ പ്രത്യേകം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. We have different fluency solutions. Situational conversation practice is only one of them. എന്നാൽ ഫ്ലുവൻസി എന്ന തലം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഇംഗ്ലീഷ് ബേസിക്സിൻ്റെ പഠനം തുടരുകയും ഒരു പ്രത്യേക തലത്തിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ഫ്ലുവൻസിയിലേക്കുള്ള ഒരു റൂട്ടും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷൻ എന്ന നിലയിൽ ബേസിക് ഗ്രാമറിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ്. പ്രത്യേകിച്ച് ബേസിക് ഗ്രാമറിലെ ആദ്യ ഭാഗമായ പ്രോനൗൺസിനെ. അതിനായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് 1, 2, 3 പ്രിൻസിപ്പിൾ. നിങ്ങൾ സം ഓഫ് യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദിസ് 1, 2, 3 പ്രിൻസിപ്പിൾ ഫോർ പിക്കിംഗ് അപ്പ് ആൻഡ് ഗ്രാസ്പിംഗ് ലിംഗ്വിസ്റ്റിക് ആസ്പെക്ട്സ്, മെയിൻലി ഫോർ 3 തിങ്സ് എന്ന് പറയുന്നത് അല്ലേ. മുഖ്യമായി 3 കാര്യങ്ങൾക്കാണ് ഈ അടിസ്ഥാനപരമായ വ്യാകരണ ഭാഗം പ്രോനൗൺസ് സ്വന്തമാക്കുക. ഒന്ന്, ഇംഗ്ലീഷ് ബേസിക്കിലെ ഗ്രാമർ പ്രോബ്ലംസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഭാഗം എന്ന നിലയിൽ
പ്രൊനൗൺസായ ഐ, മൈ, മീ, വി, അവർ, അസ് ഈ രൂപത്തിലുള്ളത്. അതിൻ്റെ വിശദമായ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിലുണ്ട്. മറ്റൊന്ന്, ഈ 1, 2, 3 പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മെമ്മറി പവർ ലെവലിനെ കുറച്ചുകൂടെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. മൂന്നാമത്തെ നേട്ടമാണ് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉറപ്പ് തരുന്നു ഈ 1, 2, 3 പ്രിൻസിപ്പിൾ എന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് 1, 2, 3 പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉറപ്പ് തരുന്നത്. സിമ്പിളാണ്, പക്ഷേ പേര് ശ്രദ്ധേയമാണ്. 1, 2, 3 പ്രിൻസിപ്പിൾ ചില പുസ്തകങ്ങളിലും ചില വീഡിയോകളിലൊക്കെ, ക്ലാസ് വീഡിയോകളിലൊക്കെ 1, 2, 3 ടെക്നിക്, ഇപ്പം ABC പ്രിൻസിപ്പിൾ, ABC ടെക്നിക് പോലെ 1, 2, 3 പ്രിൻസിപ്പിൾ, 1, 2, 3 ടെക്നിക് ഫോർ മെമ്മറി, 1, 2, 3 ടെക്നിക് ഫോർ ഗ്രാമർ ലേണിംഗ്, 1, 2, 3 ടെക്നിക് ഫോർ ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്നൊക്കെ കാണാം. എല്ലാം ശരി തന്നെയാണ്. 1, 2, 3 എന്ന് പറയുന്നത് അത് ഒരു റിതമിക് ഇഫക്റ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിളാണ്. പഠനം താളാത്മകമാകുമ്പോൾ മടുപ്പില്ലാതെ പരിശീലിക്കുവാനും അതിൻ്റെ ലക്ഷ്യം നേടുവാനും സാധിക്കും എന്നുള്ളതാണ്. യെസ്, എന്താണ് അതിൻ്റെ താളാത്മകത? നിങ്ങളത് കേൾക്കുമ്പം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. 1, 2, 3, 1, 2, 3, 1, 2, 3, 1, 2, 3. ഈ 1, 2, 3 എന്ന താളാത്മകമായ മെമ്മറി പ്രിൻസിപ്പിളിലേക്ക്, അല്ലെങ്കിൽ മെമ്മറി ടാക്റ്റിക്കിലേക്ക്, മെമ്മറി ടെക്നിക്കിലേക്ക്, മെമ്മറി ട്രാക്കിലേക്ക്, ഫ്ലുവൻസി സൊല്യൂഷനിലേക്ക്, ഗ്രാമർ ലേണിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പ്രൊനൗൺസിനാണ്. ഫോർ എക്സാമ്പിൾ 1, 2, 3 ഐ, മൈ, മീ, വി, അവർ, അസ്, യു, യുവർ, യു, they, their, them, he, his, him, she, her, her, it, its, it, its, it. ഇത് നിങ്ങൾ ആവർത്തിക്കുക. പേഴ്സണൽ പ്രൊനൗൺസ് ആൻഡ് ദെയർ ഡിഫറെൻറ്റ് കേസസ് എന്ന പേരിലാണ് അതിൻ്റെ വ്യാകരണം. അത് നിങ്ങൾ ആവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്ന അറിയാം? നിങ്ങളുടെ സ്പീച്ച് ഓർഗൻസ് ആക്റ്റീവായി മാറുന്നു. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ സ്പീച്ച് ഓർഗൻസിലേക്ക് മെസ്സേജ് നൽകുന്നു. സ്വാഭാവികമായും സൈക്കോ ലിംഗ്വിസ്റ്റിക് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഭാഷാ പഠനത്തിൽ ഏകദേശം 1950-60കളിൽ രൂപപ്പെട്ട കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ പിൻബലത്തിലെ ബിഹേവിയറലിസം എന്ന തത്വപ്രകാരം, തുടർന്ന് നോം ചോംസ്കി അതിനെ ഒരു ഇൻറ്റേറ്റ് പ്രോസസ് ഫോർ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ് എന്ന നിലയിൽ നോം ചോംസ്കി ഈ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന തത്വത്തെ ഭാഷാ പഠനത്തിന് വേണ്ടി ശാസ്ത്രീയമായി ഉപയോഗിച്ചതും, അതോടൊപ്പം തന്നെ ഡോക്ടർ പാവ്ലോവിൻ്റെ കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്ന തിയറിയും, ഞാൻ അത് ടൈറ്റിൽസ് മാത്രം ഒന്ന് സൂചിപ്പിച്ച് കടന്നു പോകുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത്തരം സിദ്ധാന്തങ്ങൾ ഡീറ്റെയിലായിട്ട് പോകേണ്ട ഒരു ക്ലാസ് അല്ല ഇത്. പക്ഷെ നിങ്ങൾക്ക് അവയെ സംബന്ധിച്ചുള്ള വിശദമായ പുസ്തകങ്ങളൊക്കെ തേടാവുന്നതാണ്, ഒക്കെ ലഭ്യമാണ്. ഡോക്ടർ പാവ്ലോവിൻ്റെ കണ്ടീഷൻഡ് റിഫ്ലക്സ് അല്ലേ, ഡോഗ് ബിസ്ക്കറ്റ് കാണിക്കുമ്പോഴും അതുപോലെ തന്നെ മണിയൊച്ച കേൾപ്പിക്കുമ്പോഴും ബെൽ റിങ്ങിങ്
നശിപ്പിക്കുമ്പോഴും നായയുടെ വായിൽ സലൈവ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും അത് കണ്ടീഷൻഡായി മാറുന്നതും പോലെ ഭാഷ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ മനസ്സിൽ മെമ്മറി യൂണിറ്റിൽ ഈ വ്യാകരണ ഭാഗമായ പ്രൊനൗൺസിന് പകരം ഏത് വ്യാകരണ ഭാഗവും താളാത്മകമായി അവതരിപ്പിക്കാൻ സാധിക്കുന്നവ എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വ്യാകരണ ഭാഗം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ നോം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ അത് പ്രഷറൈസ് ചെയ്ത് റീഇൻഫോഴ്സ് ചെയ്യേണ്ട ഒന്നല്ല, മറിച്ച് അത് നമ്മളിൽ നിന്ന് തന്നെ രൂപപ്പെടേണ്ടുന്നതാണ്. നോം ചോംസ്കി സർ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ബയോളജിക്കൽ പ്രോസസ്സാണെന്നാണ്. അതായത് ബയോളജിക്കൽ ഇൻറ്റേറ്റ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിൽ തന്നെ അത് ഉണ്ടാകേണ്ടുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. എന്ത്? ഈ മെമ്മറി യൂണിറ്റിൽ വ്യാകരണ ഭാഗങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നതും അത്തരം വ്യാകരണ ഭാഗങ്ങൾ വാക്കുകളും വാചകങ്ങളും വാക്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നാം ആശയവിനിമയത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ ടൈറ്റിൽ ഫ്ലുവൻസി സൊല്യൂഷൻ്റെ ഒരു ഉപയോഗപ്രദമായ ഒന്നായി മാറുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ 1, 2, 3 പ്രിൻസിപ്പിൾ എന്നത് നിങ്ങളിവിടെ പ്രോനൗൺസ് എടുത്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് നോക്കൂ. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പീച്ച് ഓർഗൻസ് ആക്റ്റീവായി കഴിഞ്ഞു. ഇതൊരു 7 തവണയൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നീട് നമ്മൾ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ഒഴുക്കിൽ നമ്മളെ മൗത്തിലൂടെ വരുന്നതായിരിക്കും. ഈ പ്രോനൗൺസിനെ സംബന്ധിക്കുന്നത് തന്നെ വളരെ സ്പീഡിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ ഒരു ക്ലാസ് വീഡിയോയിൽ ചെയ്ത പോലെ ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ, ഐ തിങ്ക് മൈ ഇംഗ്ലീഷ് ഈസ് ഗുഡ് ബിക്കോസ് ടീച്ചേഴ്സ് ഹെൽപ്പ് മീ. അല്ലേ? അവർ അസ് എന്ന് പറയുമ്പോൾ വി സ്പീക്ക് ഇംഗ്ലീഷ് വെൽ, ഐ തിങ്ക് അവർ ഇംഗ്ലീഷ് ഈസ് ഗുഡ് ബിക്കോസ് ടീച്ചേഴ്സ് ഹെൽപ്പ് അസ്. you speak English well, I think your English is good because teachers help you. They speak English well, I think their English is good because teachers help them. He, she, it ഇവ സിംഗുലർ ഫോംസ് ആയതുകൊണ്ട് സ്പീക്ക് എന്ന വേർബിനെ സിംഗുലർ ആക്കണം. ഫോർ എക്സാമ്പിൾ, ഹി സ്പീക്സ് ഇംഗ്ലീഷ് വെൽ, ഐ തിങ്ക് ഹിസ് ഇംഗ്ലീഷ് ഈസ് ഗുഡ് ബിക്കോസ് ടീച്ചേഴ്സ് ഹെൽപ്പ് ഹിം. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ, ഐ തിങ്ക് ഹെർ ഇംഗ്ലീഷ് ഈസ് ഗുഡ് ബിക്കോസ് ടീച്ചേഴ്സ് ഹെൽപ്പ് ഹെർ. ഇറ്റ് എന്ന് പറയുമ്പോൾ എ ചൈൽഡ്. It speaks English well, I think its English is good because teachers or its mother helps it. ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രോനൗൺസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ വളരെ സ്പീഡിൽ പറഞ്ഞു. ഈ സെൻറ്റൻസുകൾ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഫോമിലേക്ക്, ആസ്കിങ് ആൻഡ് സേയിങ് എന്ന രൂപത്തിലേക്ക്, ഡയലോഗ് ഫോംസിലേക്ക്, കോൺവെർസേഷൻ റൈറ്റിംഗ് ഫോമിലേക്ക് മാറ്റി ഈ രൂപത്തിൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടനവധി എക്സാമ്പിൾ സെൻറ്റൻസസ് എടുത്തുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും 1, 2, 3 പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷന് ഗുണകരമാകുന്നതെന്ന് നേരിട്ട് അനുഭവിക്കുക. തീർച്ചയായിട്ടും റിസൾട്ട് എന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ പ്രാക്ടീസ് തുടരൂ. റിസൾട്ട് ഈസ് ഡെഫിനിറ്റ്. ഓക്കെ, അപ്പോൾ 1, 2, 3 പ്രിൻസിപ്പിളിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളും അത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷനായി രൂപപ്പെടുത്താം എന്നതും അതിനൊരു എക്സാമ്പിളായി ബേസിക് ഗ്രാമറിലെ പ്രോനൗൺസ് എടുത്ത് പ്രസൻറ്റ് ചെയ്ത് തന്നതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷനെ സംബന്ധിക്കുന്ന ഒട്ടനവധി പ്രാക്ടീസ് ക്ലാസ്സസ് ഇനിയുള്ള വീഡിയോസിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രൂപത്തിൽ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും. അതുവരെ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.